ഹായ് ഫ്രണ്ട്സ്, ജാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ തോട്ടത്തിലുള്ള കുറച്ച് കൃഷി കാഴ്ചകളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് പപ്പായ പറിക്കുന്ന വീഡിയോസും ഒക്കെ കാണിച്ചിട്ടുണ്ട്. 4 തൈകളാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഇവിടെ. ഈ തൈകൾ വെച്ചിട്ട് നമ്മൾ ഒരു വർഷത്തിന് മുകളിലായി. ഒരു 4-5 മാസം കഴിഞ്ഞാൽ നമുക്ക് പപ്പായ കിട്ടി തുടങ്ങും കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടോ, 1-2 കുഞ്ഞു പപ്പായകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇത് വെട്ടി ഒഴിവാക്കി പിന്നെ നമ്മൾ പുതിയത് നട്ട് കൊടുക്കണം. ഒരു വർഷമൊക്കെ മാക്സിമം ഒരു പപ്പായ മരം നിൽക്കുള്ളൂ. ഇപ്പോൾ ബഷീറാക്ക് ഇതൊക്കെ കട്ട് ചെയ്ത് ഋഷുവിൻ്റെ അടുത്ത് കൊടുക്കുകയാണ്. നമ്മളെ കമ്പോസ്റ്റ് ഉണ്ടാക്കണതിലോ അല്ലെങ്കിൽ തെങ്ങിൻ തടത്തിലോ എവിടെയെങ്കിലും കൊണ്ടിടും. അപ്പോൾ കായ കുറഞ്ഞു തുടങ്ങിയപ്പോഴാണ് നമ്മൾ കട്ട് ചെയ്യാൻ നമുക്ക് തോന്നില്ല, പക്ഷേ ഇനി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഈ പഴയത് കട്ട് ചെയ്തിട്ട് നമ്മൾ പുതിയത് വെച്ച് പിടിപ്പിക്കണം. എന്നാലും നമുക്ക് ഇങ്ങനെ തുടർച്ചയായിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഈ സമയം നല്ലതാട്ടോ. അപ്പോൾ ഈ മഴയുള്ള സമയം, മഴ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതുപോലുള്ള തൈകൾ വെക്കണം. ഈ പപ്പായ മരം മാത്രമല്ല നമ്മൾ വെക്കേണ്ടത്, നമ്മൾ പഴച്ചെടികളും അങ്ങനെയുള്ള തൈകളൊക്കെ നമ്മൾ ഈ മഴയോടനുബന്ധിച്ചിട്ടാണ് വെക്കേണ്ടത്. അപ്പോൾ ഒരു 5-6 മാസം മഴ കിട്ടുമ്പോൾ നല്ല പുഷ്ടിയിൽ നമ്മളെ തൈകളൊക്കെ പെട്ടെന്ന് വളർന്നോളും. മറ്റേത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് വളക്കെട്ട് വരുമ്പോൾ നല്ല വെയിലായിരിക്കുമല്ലോ. അപ്പോൾ മഴ പെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ തൈകൾ ഈ സമയത്താണ് പഴവർഗ്ഗ ചെടികളും അതുപോലുള്ള ഇങ്ങനെയുള്ള സംഭവങ്ങളും തെങ്ങ് ഒക്കെ നമുക്ക് നടേണ്ട ഒരു സമയമാണ് കേട്ടോ അത്. മാഷാ അല്ലാഹ്, നമുക്ക് ഈ ഒരു പപ്പായ ചെടിയിൽ നിന്ന് ഒത്തിരി പപ്പായകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് തൂക്കത്തിലും ഒക്കെയുള്ള നല്ല വലിയ പപ്പായകളാണ് ഫസ്റ്റ് നമുക്ക് കിട്ടുക. ഒത്തിരി പേർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഗൾഫിലേക്ക് നമ്മൾ കൊടുത്തയച്ചിട്ടുണ്ട്. കഴിച്ചവരെല്ലാവർക്കും അറിയാം അതിൻ്റെ ഒരു ടേസ്റ്റ് എന്താണ്. നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ പപ്പായ എന്നുള്ളൊരു ചിന്ത വരും. അതിനത്ര ഒരു ഇതില്ലല്ലോ എന്ന് തോന്നും. പക്ഷെ അതല്ല, നമ്മളെ വീട്ടിലുണ്ടാക്കി കഴിക്കും. അത് റെഡ് ലേഡി പപ്പായയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടായിട്ട് നമ്മൾ കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ നട്ട് വളർത്തുണ്ടാക്കി എടുത്ത് പറിച്ച് കഴിക്കുമ്പോൾ അതിന് ഒരു രുചി വേറെ തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും 1-2 തൈകൾ വെക്കുക. പിന്നെ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്തും വേണം നമ്മളിത് വെക്കാനായിട്ട് കേട്ടോ. ഇത് ഞങ്ങൾ കുരു മുളപ്പിച്ചതല്ല, നമ്മളെ നഴ്സറിയിൽ നിന്ന്, നമ്മൾ ചെടിയൊക്കെ വിൽക്കുന്ന നഴ്സറി ഉണ്ടാവുമല്ലോ, അവിടുന്ന് നമ്മൾ 4 തൈകൾ വാങ്ങിയതായിരുന്നു. അപ്പോൾ അത് അങ്ങനെ വാങ്ങിയാൽ മതി. നമ്മൾ വിത്ത് മുളപ്പിച്ചുണ്ടാവുമ്പോൾ കുറച്ചും കൂടി ലെങ്ത്തിൽ, ഇതിപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ. എൻ്റെ ഒരു ഹൈറ്റ് എത്തുന്ന സമയത്ത് ഞാൻ കായ പറിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വളർന്നില്ലേ, ഇത്രയും ഒരു വർഷത്തിന് മുകളിലായി നമ്മൾ ഈ തൈ വെച്ചിട്ട്. അപ്പോൾ ഇത്രയും പഴം ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് ഇതിമന്ന്. അപ്പോൾ ഒരു തൈക്ക് ചില സ്ഥലത്ത് 40 രൂപയാണ്, ചില സ്ഥലത്ത് 50 രൂപയാണ്. അങ്ങനെ വാങ്ങിയാൽ മതി. വിത്ത് മുളപ്പിച്ചിട്ടുണ്ടെങ്കിൽ തൈകൾ ഒത്തിരി ലെങ്ത്തായിട്ട് പോകും. അപ്പോൾ 2 ഇനാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത്. ഒന്ന് ഒരു ഉരുണ്ട ഷേപ്പിലുള്ളതും ഒന്നൊരു ലോങ് ആയിട്ടുള്ള ടൈപ്പുമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 2 പപ്പായയുടെ തൈയാണ് ഇവിടെ കട്ട് ചെയ്തത്. പിന്നെ 2 കൂടി ഉണ്ട്, അതിൽ കുറച്ചുകൂടി കായുണ്ട്. അപ്പോൾ ഒഴിവാക്കണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ നിർത്തിയേക്കാണ്. അപ്പോൾ ഞങ്ങൾ പിന്നെ ഇതിൻ്റെ അടിഭാഗത്തുള്ള ഒത്തിരി താഴ്ന്ന് ഒരു അത്യാവശ്യം നല്ലൊരു കുഴി കുഴിത്തിയിട്ടാണ് നമ്മൾ തൈകൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിഭാഗത്തുള്ള അതിൻ്റെ വേരുകളും ഒക്കെ നമ്മൾ എടുത്ത് ഒഴിവാക്കണം. അപ്പോൾ ഞങ്ങൾ അവിടെയുള്ള പുല്ലുകളൊക്കെ ഒന്ന് പറിച്ചെടുക്കുകയാണ്. എന്നിട്ട് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അപ്പോഴേക്കും ഇവിടെ അതാ കണ്ടോ, ഫോണ് വീഴാഞ്ഞത് ഭാഗ്യം. ഞങ്ങളിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ കണ്ടത്, പക്ഷേ മോള് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് തന്നെ 2 തൈ കൂടി വെക്കാനുള്ളൊരു പ്ലാനാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടിഭാഗത്തുള്ള വേരുകളും നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. പക്ഷേ അപ്പോഴേക്കും കൈക്കോട്ടുകൊണ്ട് അതൊക്കെ കൊത്തി കളിച്ച് അവിടെ വൃത്തിയാക്കി എടുക്കണം. കണ്ടോ, നല്ല ശക്തിയിൽ കൊത്തിയിട്ട് അതിൻ്റെ വേര് കിട്ടുന്നില്ല. നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ എന്ത് ഈസി ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നത്. പക്ഷേ അതിൻ്റെ വേര് നല്ല കട്ടിയുണ്ട്. ശരിക്കും നമ്മൾ ഈ ഒരു പപ്പായ മരവും പിന്നെ അതുപോലെ ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ 4 തൈകളുണ്ട്. അതൊക്കെ വെക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ എപ്പോഴും മഴ പെയ്ത് കഴിഞ്ഞാൽ നിറയെ പുല്ലായിരിക്കും. പുല്ല് പറിച്ച് സത്യം പറഞ്ഞാൽ മടുത്തുക്കണ്. അപ്പോൾ ഇങ്ങനൊരു പിന്നെ സംഭവം ചെയ്ത് കഴിഞ്ഞാൽ പുല്ല് മുളക്കൂലല്ലോ എന്ന് കരുതിയിട്ടാണ് പിന്നെ ഇങ്ങനെ ഈ തൈകളൊക്കെ ഇവിടെ വെച്ചത്. അപ്പോഴേക്കും ഞാൻ
പിക്കാസും പിന്നെ അതേപോലെ കുമ്മായൊക്കെ എടുത്ത് കൊണ്ടുവരികയാണ് അവിടെ നമ്മുടെ ഷെഡിൽ പോയിട്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ്, പിന്നെന്താണ്, എന്തെങ്കിലും ഇതേപോലെയൊക്കെ കുഴിയൊക്കെ കുത്തുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വഷളാക്ക ചെയ്യും, കുറച്ച് ഞാനും ഇതേമാതിരി ഇങ്ങനെ കൊത്തി കളക്കും. എന്നെക്കൊണ്ട് കഴിയണമെന്നൊക്കെ ഞാനും ചെയ്യും. അപ്പോഴേക്കും ഞാനെൻ്റെ പട്ടാള ഷൂ ഒക്കെ ഇടുകയാണ്. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല സുഖമാണ്, കാൽമക്കും ചളിയും വെള്ളമൊന്നും ആവില്ല. ഞാനിങ്ങനത്തെ പണികളൊക്കെ എടുക്കുമ്പോൾ ഞങ്ങൾ ഇതേപോലെ ഇടലാണ്. 2 ഉണ്ടായിരുന്നു, ഒന്ന് വഷളാക്കാൻ്റെ ഉണ്ടായിരുന്നു. അത് ഇതേപോലെ നമ്മൾ പുറത്ത് വെച്ചിട്ട് നായൊക്കെ കടിച്ച് ആകെ ശരിയാക്കി. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളെ പരിപാടികൾ. അപ്പോൾ നല്ല നല്ല വലിയ കുഴി തന്നെ കുത്തണം, പിന്നെ അല്ലെങ്കിൽ ചെറിയ കുഴിയിലൊന്നും ഇത് വെക്കാൻ പറ്റില്ല, മറിഞ്ഞു വീഴും തൈകളൊക്കെ. എന്തെങ്കിലും കാറ്റൊക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെ ആയാലും പപ്പായക്ക് അധികം ബലമൊന്നുമില്ല തണ്ടിന്, എന്നാലും അത്യാവശ്യം കൂടെ നോക്കിയേ എത്ര നമ്മൾ കുത്തിയിട്ടും അതിൻ്റെ ആ ഒരു കല്ലം എന്നാണ് നമ്മളിവിടെ പറയുക, പിന്നെ അത് പോയിട്ടില്ല. അപ്പോൾ അതെടുത്ത് ഒഴിവാക്കിയാലേ നമുക്ക് പുതിയ തൈ ഇവിടെ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം നമ്മൾ കഴിയുന്ന രൂപത്തിൽ കുഴി കുത്തണം. അപ്പോൾ കുറേ കൈക്കോട്ട് കൊണ്ട് ഇതാക്കിയിട്ടൊന്നും ശരിയാവുന്നില്ല. അപ്പോൾ പിക്കാസ് കൊണ്ട് പിന്നെ നോക്കുകയാണ്. കുറേയൊക്കെ പറ്റുന്ന പോലെയൊക്കെ ഞാൻ കൊത്തിക്കളിച്ച് വേരുകളൊക്കെ എടുത്ത് കളയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇനിയും ഉണ്ട് കേട്ടോ ഒരുപാട്. അതിൻ്റെ സൈഡിലൊക്കെ ഉണ്ട്, അടിഭാഗത്തുള്ളൊക്കെ ഒരു വിധമൊക്കെ എടുത്തിട്ടുണ്ട്. കുട്ടികളുണ്ടാകുമ്പോൾ നമുക്ക് നല്ല സുഖമാണ് ഇതേപോലത്തെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുമ്പോൾ. ഇതേപോലെ അവർ നമ്മൾ ഇതുപോലത്തെ വേസ്റ്റുകളൊക്കെ അവർ പുറത്ത് കൊണ്ടേ ഇട്ടോളും. നമ്മളിതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തെ ആകെ ക്ഷീണിക്കും. അപ്പോൾ ഞങ്ങളിങ്ങനെ എടുക്കുന്നതിനനുസരിച്ച് അവനിങ്ങനെ കൊണ്ടുപോയിരുന്നു. കണ്ടോ എന്തോരം വേരുകളാണ്. മതിലിൻ്റെ അരികിലായിട്ട് കണ്ടോ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകൾ ഞങ്ങൾ വെച്ച് പിടിപ്പിച്ചതാണ്. അത് 3 സിമെൻറ്റിൻ്റെ തൂണൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരു 2-3 മാസം കഴിഞ്ഞു. പക്ഷേ ഇതുവരെ അന്ന് നട്ടു പിടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ വേര് വന്ന തൈകളാണ്, നമ്മൾ ഇതിന്മേൽ ഒന്ന് കട്ട് ചെയ്ത് വെച്ചതാണ്. അതിനിപ്പോൾ മഴ വരുന്ന സമയത്ത് വെച്ചാൽ എന്താണെന്ന് അറിയില്ല, ചീഞ്ഞു പോകുമെന്നൊന്നും അറിയില്ല. അപ്പോൾ അതൊന്ന് വെച്ച് പിടിപ്പിക്കാണ്ട് ഞങ്ങൾക്ക് മഴ വരുമ്പോഴേക്കും ഒരുപാട് പണികളുണ്ട് ഇതുപോലെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പിന്നെ പഴച്ചെടികളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചാണകവും കോഴിക്കാഷ്ടമൊക്കെ നമ്മൾ ഇടുമല്ലോ ഇപ്പോൾ ഈ സമയത്ത്. അപ്പോൾ അതൊക്കെ വാങ്ങി വെക്കുക. ഇനിയിപ്പോൾ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പണിയായിരിക്കും. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് കുറച്ച് വാങ്ങാനുണ്ട്. ഈ സമയത്താണ് ഞങ്ങൾ തൈകൾക്കൊക്കെ വളം ചെയ്യാറ്. അപ്പോൾ അതൊക്കെ ഇനിയുണ്ട് പണിയാൾ. അപ്പോൾ കുഴിയൊക്കെ വൃത്തിയായി കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഇതുപോലുള്ള 2 കപ്പ് കുമ്മായ ഇട്ട് കൊടുക്കണം. അപ്പോൾ കുമ്മായ ഇട്ട് ഒരു 10 ദിവസം ഞങ്ങൾ വെച്ചതിന് ശേഷമാണ് തൈകൾ നടുള്ളൂ. അപ്പോൾ തൈകൾ നടുന്ന വീഡിയോ ഞാൻ പിന്നെ കാണിക്കാം. അപ്പോൾ അത് കണ്ടോ, നന്നായിട്ട് നമ്മൾ കുമ്മായ ഇട്ട് കഴിഞ്ഞിട്ട് കൊത്തി കളിച്ച് റെഡിയാക്കി ഇടണം. 2 കുഴിയിൽ നമ്മൾ ഇതുപോലെ ചെയ്ത് കണ്ടോ. അപ്പോൾ കുമ്മായ മണ്ണും കൂടി മിക്സ് ചെയ്തതിന് ശേഷം കുഴി നന്നായിട്ട് നനയുന്ന രൂപത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അത്യാവശ്യം മുകൾ ഭാഗം വരെ വെള്ളം ഒഴിച്ച് കൊടുക്കാറുണ്ട്. ഇപ്പോൾ മഴ ഒന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ ഇന്നലെയൊക്കെ നമ്മളവിടെ മഴ പെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ്. ഒത്തിരി വീഡിയോസ് ഉണ്ട് ഇടാനായിട്ട്. ഒരുപാട് ആൾക്കാർ എന്താ വീഡിയോ ഇടാത്തതെന്നൊക്കെ ചോദിക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ വീഡിയോ പിന്നെ എഡിറ്റ് ചെയ്യാനും ഇത് സംസാരിക്കാനൊക്കെ ഭയങ്കര ഒരു മടിയാട്ടാ. പിന്നെ എല്ലാവരും ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അന്നൊന്ന് ഇടാമെന്ന് കരുതും. ഒരുപാട് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ നമ്മളെ പപ്പായ ഒത്തിരി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആദ്യമൊക്കെ നല്ല വലിയ പപ്പായകളായിരുന്നു കേട്ടോ. അപ്പോൾ ഒക്കെ ചെറിയ പപ്പായകളാണ്. പിന്നെ നമ്മളെ വേറൊരു ഭാഗത്തുണ്ട് 2 തൈകൾ നമ്മളിപ്പോൾ വെച്ച് പിടിപ്പിച്ചിട്ട് പുതിയ കായ വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ 2-3 സ്റ്റേജുകളിലായിട്ട് വേണം നമ്മൾ തൈകൾ നടാനായിട്ട് കേട്ടോ. അപ്പോൾ ഏത് സമയത്തും നമുക്ക് പപ്പായ കിട്ടുകയും ചെയ്യും. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ റെഡിയാക്കി നന്നായിട്ട് വേർത്ത് ക്ഷീണിച്ച് നിൽക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കഴിക്കാമെന്ന് കരുതി. മക്കളൊന്നും നമ്മളിപ്പോൾ പുറത്തു നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ കഴിക്കാറേ ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പം നമ്മളെ വീട്ടിൽ ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ആവശ്യമാണ്, എല്ലാവരും കഴിക്കും ഇതേപോലെ തന്നെ. ആർക്കും കൂടുതൽ നന്നായിട്ട് പഴുത്തത് ആർക്കും ഇഷ്ടമല്ല. ചെറുതായിട്ട് ഇങ്ങനെ ക്രിസ്പി ആയിട്ടുള്ളതുണ്ടല്ലോ, നിങ്ങളെ നാട്ടിൽ എന്താ പറയുകയെന്നറിയില്ല. ഞങ്ങൾ ഈ മലപ്പുറത്ത് ഇവിടെ കർമ്മത്തി എന്നാണ് ഇതിന് പറയുക. എൻ്റെ നാട്ടിൽ കർമ്മൂസ എന്ന് പറയും. പിന്നെ അങ്ങനെ ഒരുപാട് പേരുകളുണ്ടല്ലോ അല്ലേ, പല രാജ്യത്തും പല പേരുകളായിരിക്കും. പിന്നെ എൻ്റെ നാട്ടിൽ ഓമക്കായ എന്നും പറയട്ടോ. പിന്നെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ പപ്പരിക്ക,
അങ്ങനെ അങ്ങനെ ഓരോ പേരുകളാണല്ലോ അല്ലേ. പിന്നെ നമ്മൾ കുറച്ച് പരിഷ്കരിച്ചൊക്കെ പറയുമ്പോൾ പപ്പായ എന്നൊക്കെ പറയും. ഈ റെഡ് ലേഡി പപ്പായയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാം, ഇതിൻ്റെ ഉൾവശം നല്ല റെഡ് കളറായിരിക്കും. ഇതിപ്പോൾ നമ്മൾ ക്രിസ്പി ആയിട്ടുള്ള സമയത്ത് എടുത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഉൾവശം നല്ല റെഡായിരിക്കും. പിന്നെന്താ, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. നമ്മുടെ നാട്ടിലുള്ള പപ്പായയുടെ ഒക്കെ ഉൾവശം ഒരു യെല്ലോ കളറായിരിക്കുമല്ലോ, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ 2 തൈ മേടിച്ച് വെക്കുക. പിന്നെ തൈകളെങ്ങനെ നടും എന്നുള്ളതൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോ ആക്കി ഇടാം. അത്യാവശ്യം വലിയൊരു കുഴി കുത്തുക, നിങ്ങളിപ്പോൾ തന്നെ നടുന്നവരാണെന്നുണ്ടെങ്കിൽ. എന്നിട്ട് നമ്മൾ കുമ്മായിട്ടൊരു 10 ദിവസം വെച്ചിട്ട് വേണം നമ്മൾ നടാനായിട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇടാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സുകളെല്ലാവരും തന്നെ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത്. ഒരു ലൈക്ക് അടിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഒരു ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും പിന്നെ അതുപോലെ ഉപകാരപ്പെടുകയും ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഇനിയൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം.